ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ നമ്മളെ ചായക്കടീൻ്റെയൊക്കെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം നമ്മളെ ദോശമാവിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിരുന്നേ. അപ്പം മാവൊക്കെ നന്നായിട്ട് പൊന്തി. അപ്പോൾ നമ്മളെ മാവൊക്കെ അരച്ച് വെച്ച് തലേന്ന് മാവൊക്കെ നന്നായിട്ട് പൊന്തിയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതേപോലെ മാവ് പൊന്തിയില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കെയായിരിക്കും. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കട്ടൻ ചായക്ക് വെള്ളമൊക്കെ തിളച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. രാവിലെ കട്ടൻ ചായയാണേ. അപ്പോൾ നമ്മൾ ചായയൊക്കെ തിളച്ച് വന്ന് ഇനി കുട്ടികൾക്കുള്ള ചായയും എനിക്കുള്ള ചായ മാറ്റി വെക്കലാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. എനിക്ക് മധുരമിടാത്ത ചായ ആട്ടോ ഞാൻ കുടിക്കൽ. കട്ടൻ ചായ കുടിക്കൽ മധുരമിടാത്തേ കുടിക്കുകയുള്ളൂ. പഞ്ചസാര ഒഴിവാക്കിയതാണേ. അപ്പോൾ കുട്ടികളെ ചായയിൽ മധുരമിട്ട് അതൊന്നും കൂട്ടി വെച്ചാൽ അവർക്ക് ചൂട് പറ്റൂല. അപ്പം അതേപോലെ കപ്പിൽ രാവിലെ ഒഴിച്ച് മധുരമൊക്കെ ഇട്ട് വെച്ചാൽ അവർ കുടിക്കാനാകുമ്പോൾ ചൂടൊക്കെ നന്നായിട്ട് തണിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ നമുക്ക് ഇളക്കി കൊടുത്ത് അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ എൻ്റെ ചായ അവിടെ മാറ്റി വെച്ചു, ഒന്ന് മൂടി മാറ്റി വെച്ചു. ഇനി നമുക്ക് ദോശ ചുടുന്ന പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായപ്പോൾ നമുക്ക് ദോശമാവ് കോരി നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നു ചായക്കടി ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ 2 കൈ തവി ദോശമാവ് അതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ചെയ്തിട്ട് നല്ല മാവ് എല്ലാം പൊന്തി വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ദോശ ചുട്ടാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയെ. ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ ദോശ പരത്തിയിട്ട് മൂടി വെക്കൂടും, തിരിച്ചിട്ട് കൊടുക്കൂല. പക്ഷെ ഞങ്ങളൊക്കെ മറിച്ചിട്ട് കൊടുക്കും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരല്. അപ്പോൾ നമ്മൾ ദോശ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ചട്നി വേണമല്ലോ. അപ്പോൾ ഞാൻ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്, തേങ്ങയൊക്കെ അരച്ചിട്ട്. അപ്പോൾ ഞാനൊരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതേപോലെ ഒരു സവാളിൻ്റെ പകുതിയും പിന്നെ 2 പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. അപ്പം ഞാൻ ദോശയൊക്കെ ചുട്ട് തീരാനായി കേട്ടോ. കുട്ടികൾക്ക് ദോശ ഇതേപോലെ ചുവന്ന ചട്നിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോനൊക്കെ. അപ്പോൾ അവൻ തന്നെ 4 കഴിക്കും. പിന്നെ നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം വത്തൽമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയും അതേപോലെ കുറച്ച് ഈ ചട്നി ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെച്ചത് ഈ ഒരു കട്ടി മതി കേട്ടോ ചട്നിക്ക്. അതാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ചട്നി തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുത്താൽ മതി. ചട്ടിൻ്റെ പക്കത്ത് കൂടെ ചെറിയ തള വരുമ്പോൾ തീ ഓഫാക്കണേ. തിളച്ചാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ ലൈക്കും ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.